ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഓരോ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ 1 മുതൽ +2 വരെ മാത്രമല്ല കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കാൻ വകയുള്ള അടുത്ത അധ്യയന വർഷം മുതൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, അത് റിസൾട്ടിൽ, നിങ്ങളുടെ പഠനത്തിൽ, അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസിൽ, സ്കോളർഷിപ്പിൽ, മറ്റ് പദ്ധതികളിലൊക്കെ കൃത്യമായിട്ട് അറിയാൻ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അതിലൊന്നാമത്തേത്, ഇത്തവണ അഡ്മിഷൻസ് അതുപോലെ തന്നെ, അതായത് +1 അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, മറ്റ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായിട്ട് നടത്തുന്ന കാര്യത്തിൽ ഏകദേശം പെട്ടെന്ന് തന്നെ, അതായത് ഒരു മുഖ്യമന്ത്രി ചർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മന്ത്രിസഭ അധികാരത്തിൽ എത്തിയാൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ ഇത് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, പുതുതായിട്ടൊരു ഗവൺമെന്റ് ജോയിൻ ചെയ്ത് അവരുടെ ഭരണ വകുപ്പ്, പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് വരുന്ന കാര്യമാണ് ഈ റിസൾട്ടും അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻസും. അതിൽ തന്നെ എന്തെങ്കിലും അനാസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പേരുദോഷമാണ്. അതുകൊണ്ട് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ നമ്മുടെ വി ശിവൻകുട്ടി അധികാരത്തിലിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, ബുക്ക് വിതരണം ഒക്കെ കൃത്യമായിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിനെ വെല്ലുന്ന രീതിയിൽ കൃത്യമായിട്ട് +1ലെയും കോളേജുകളിലെയും അഡ്മിഷൻസ് ഉറപ്പാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങുവാനുള്ള വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടായി. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? കോളേജിന്റെ അഡ്മിഷനും അതുപോലെ തന്നെ ആയിരിക്കും. അതും പോരാഞ്ഞിട്ട് ഇത്തവണ മുതൽ കോളേജ് വിദ്യാഭ്യാസം ഗവൺമെന്റ് കോളേജുകളിൽ കംപ്ലീറ്റ് കേരളത്തിലെ എല്ലാ ബിരുദ കോഴ്സുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണ് ഗവൺമെന്റിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനവും കൂടി കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അത് എന്തായാലും ഇത്തവണ മുതലാണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ഇത്തരത്തിൽ ഇനി KSRTC ഒക്കെ ആശ്രയിച്ച് പോകുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്, അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് മെയ് 15 മുതലാണ്. പക്ഷേ എന്തായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്, ഫ്രീ യാത്ര എന്നുള്ളതാണ്. അതും പോരാഞ്ഞിട്ട് കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് 1000 രൂപ മാസം തോറും നൽകുന്ന പദ്ധതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആനുകൂല്യവും എന്തൊക്കെ ആർക്കൊക്കെ ലഭിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇനി ഇത്തവണ കോളേജ് ക്ലാസ്സുകളും നേരത്തെ തന്നെ തുടങ്ങുവാനുള്ള ശ്രമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതിലും യാതൊരുവിധ തർക്കവുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, +1 ഇംപ്രൂവ്മെന്റ് നടത്തിപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? അതും വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം +2 എക്സാം വരെ കൊണ്ട് നീട്ടാതെ അതിനു മുമ്പ് തന്നെ അടുത്ത അധ്യയന വർഷം മുതൽ +1 എക്സാംസ്, മീൻസ് +1 ഇംപ്രൂവ്മെന്റ് എക്സാംസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി പാസ് മാർക്കിന്റെ കേസാണ്. പാസ് മാർക്ക് 9 വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ 10നും പാസ് മാർക്ക് ഉണ്ടാകുമെന്ന ഒരു തീരുമാനം വന്നു. അത് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്തയല്ല, പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂട്ടുവാനുള്ള ഒരു പക്ക തീരുമാനം തന്നെയാണ് അത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇനി നിരവധി സ്കോളർഷിപ്പുകളുടെ കാലം കൂടിയാണ്. അതായത് നിങ്ങളുടെ റിസൾട്ടുകൾ വന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ മാർക്ക്, മറ്റ് ആനുകൂല്യങ്ങൾ, റിസർവേഷൻ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാനുള്ളതും ഇപ്പോൾ പുതുതായിട്ട് സർക്കാർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് റിലേറ്റഡ് ഗ്രാൻസിനൊക്കെ പുറമെ നിരവധി സ്കീമുകളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സ്കൂൾ തുറക്കൽ കാലമാണ് വരുന്നത്. സോ ഒരുപാട് അടിസ്ഥാന വികസനം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്തവണ A+കളുടെ എണ്ണം കൂടാൻ തന്നെയുള്ള സാധ്യത എന്ന റിപ്പോർട്ടുകളും അൺഒഫീഷ്യലായിട്ട് വരുന്നുണ്ട്. സോ അതിന്റെ വിജയ ശതമാനവും വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് തന്നെ ഈ പുതിയ ഗവൺമെന്റ് കണക്കിലെടുക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സോ അതും കണ്ടു തന്നെ അറിയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.